വണ്ടൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിനു മുകളിൽ മരം വീണ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു. മമ്പാട് സ്വദേശി കെ അതുൽ ദേവാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം വണ്ടൂരിനും പോരൂരിനുമിടയിൽ പുളിയക്കോടാണ് കൂറ്റൻ ആൽമരം ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിനു മുകളിൽ വീണത്. വടപുരം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4:30 വണ്ടൂർ പുളിയക്കോടിലായിരുന്നു അപകടമുണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്ക് കൂറ്റൻ ആൽമരം വീണ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. മമ്പാട് തൃക്കേക്കുത്ത് തെക്കുംപാടം സീതാനിവാസിൽ മുരളീധരന്റെ മകൻ അതുൽ ദേവാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അതുൽ ദേവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രിയോടെയാണ് മരിച്ചത്. മൂർക്കനാട് ITI വിദ്യാർത്ഥിയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. ആൽമരം വീണ് ബസ്സിന്റെ പിൻവശത്ത് മുകൾ ഭാഗം തകർന്ന സീറ്റിനടിയിൽ കുടുങ്ങിയ അതുൽ ദേവിനെ അരമണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത്. ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും വഴിക്കടവിലേക്ക് പോവുകയായിരുന്ന ബസ്സിന് മുകളിലേക്കാണ് മരം വീണത്. മരം വീഴുന്നത് കണ്ട് ഡ്രൈവർ ബസ് വേഗത്തിൽ മുന്നോട്ടെടുക്കുകയായിരുന്നു. ഇതോടെ ബസ്സിന്റെ പിറകുവശത്താണ് മരം പതിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ബസ്സിന്റെ ഒത്ത നടുവിൽ മരം പതിക്കുകയും കൂടുതൽ പേർ അപകടത്തിൽപ്പെടുകയും ചെയ്യുമായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ മരിച്ച അതുൽ ദേവ് ഒഴികെയുള്ളവരെയെല്ലാം രക്ഷപ്പെടുത്തി. 4ഓളം പേർക്ക് ചെറിയ പരിക്കുകൾ സംഭവിച്ചിരുന്നു. ബസിന്റെ പിറകുവശത്ത് മരം വന്നടിഞ്ഞതിനെ തുടർന്ന് ബസ്സിനുള്ളിൽ അതുൽ ദേവ് കുടുങ്ങുകയായിരുന്നു. നാട്ടുകാരും മറ്റു യാത്രക്കാരും ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് അഗ്നിരക്ഷാസേനയും ട്രോമ കെയർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തെത്തി 20 മിനിറ്റോളം പരിശ്രമിച്ച് മരവും ബസ്സും വെട്ടിപ്പൊളിച്ചാണ് അതുൽ ദേവിനെ പുറത്തെടുത്തത്. കേരള വിഷൻ, വണ്ടൂർ.